ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള മൂന്നാമത്തെ ടാസ്കും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. രണ്ടാമത്തെ ടാസ്ക് കുറേയേറെ ടൈം എടുത്തിട്ട് പസിലുകൾ സംയോജിപ്പിക്കുന്ന ഒരു ടാസ്ക് ആയതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് വൈഡ് ആംഗിളിൽ കൂടി അത് കാണിക്കുന്നു നമ്മളെ, അതുകൊണ്ട് നമുക്കത് ബോറടിക്കും. എന്നാൽ ഈ ടാസ്ക് ഒട്ടും തന്നെ ബോറിംഗ് ആയിരുന്നില്ല, വളരെ ആവേശകരമായൊരു ടാസ്ക് തന്നെയായിരുന്നു. ഈ ടാസ്കിന്റെ പ്രത്യേകത, ഇത് വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമുണ്ട്, അതിന് ബാറ്റ് പോലെയാണ് അതിരിക്കുന്നത്, പിടിക്കുവാനുള്ള ഒരു ഹാൻഡിലുമുണ്ട്. ഈ പ്രതലത്തിന്റെ നടുവിലായി നിരത്തി 3 കിഴുത്തകൾ കാണുവാൻ സാധിക്കും. ഇതിന്റെ ഹാൻഡിലിൽ കൂടി ബോളുകൾ ഓരോന്നോരോന്നായി താഴേക്ക് ഉരുട്ടിവിടുക, ഇത് ബാലൻസ് ചെയ്ത് പിടിക്കുക. ഉരുട്ടിവിടുന്ന ബോളുകൾ താഴെ വീഴാതെ അത് കൃത്യമായി ബാലൻസ് ചെയ്ത് ആ കിഴുത്തകൾക്കകത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടാസ്കിന്റെ പ്രത്യേകത. പറയുന്നത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒന്നാമത് കൈക്ക് നല്ല തരത്തിലുള്ള ബാലൻസിങ് ഉണ്ടാകണം. ഈ പിടിച്ചിരിക്കുന്ന ഈ പ്രതലമുണ്ടല്ലോ, അതിന് നല്ല വെയിറ്റും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആരോഗ്യമില്ലാത്ത ആൾക്കാർ കുറേയേറെ പാടുപെടും. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എളുപ്പമാണ്. അതുമാത്രവുമല്ല, ആദ്യം ടാസ്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർ ചെയ്യുന്നത് കണ്ട് പിന്നീട് എങ്ങനെയായിരിക്കണം ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ ട്രിക്ക് മനസ്സിലായിട്ടുള്ള ആൾക്കാർക്ക് അത് കുറച്ച് ഈസിയും കൂടെ ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും ടാസ്ക് ആരംഭിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ 3 ബോളുകളാണ് ആര്യൻ ഉരുട്ടിവിട്ടത്. ആ 3 ബോളുകളും കൃത്യമായി ആ സുഷിരങ്ങളിൽ കൊണ്ടെത്തിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു. അങ്ങനെ ആര്യൻ ഈ ടാസ്ക് തൂക്കിയിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ് ആര്യൻ കളിച്ചത്. 1 പോയിന്റ് മാത്രമേ അനുമോൾക്ക് ഇവിടെ ലഭിച്ചുള്ളൂ. അനുമോള് ഈ പ്രതലത്തിലേക്ക് ബോൾ ഉരുട്ടി വിട്ടു. ആദ്യത്തെ ബോൾ തന്നെ വന്ന് സെന്ററിലുള്ള കിഴുത്തക്കകത്തേക്കാണ് വീഴുന്നത്. അപ്പോഴേ നമ്മളൊക്കെ ഒന്ന് ഞെട്ടി. പക്ഷേ അടുത്ത ബോളുകളെല്ലാം അതേ സ്പീഡിൽ ഉരുണ്ടുരുണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഒടുവിൽ ഈ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുവാൻ വളരെയധികം ടൈം അനുമോൾ എടുത്തു. അങ്ങനെ അത് പൂർത്തിയായപ്പോൾ ഏകദേശം 6 മിനിറ്റും 30 സെക്കൻഡ് കൊണ്ടാണ് അനുമോൾക്ക് ഈ ടാസ്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കേണ്ടി വന്നു. 1 പോയിന്റ് മാത്രമേ ലഭിച്ചുള്ളൂ. ടാസ്ക് പൂർത്തിയാക്കുവാൻ അനുമോള് 6.5 മിനിറ്റ് എടുത്തപ്പോൾ ആര്യൻ വെറും 40 സെക്കൻഡ് കൊണ്ട് ഈ 3 ബോളുകളും കൃത്യസ്ഥാനങ്ങളിൽ എത്തിച്ചു. അങ്ങനെ കഴിഞ്ഞ ടാസ്കിൽ 11 പോയിന്റ് ഉണ്ടായിരുന്ന ആര്യൻ ഇപ്പോൾ ഈ ടാസ്കിൽ ഒന്നാമതെത്തി 9 പോയിന്റ് കൂടി കരസ്ഥമാക്കിയപ്പോഴേക്കും 20 പോയിന്റുമായിട്ട് ആര്യൻ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ആര്യന്റെ ഈ വിജയത്തിന് തിളക്കമേറുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം 3 ബോളുകൾ മാത്രമാണ് ഉരുട്ടിവിട്ടത്. അത് 3ഉം ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞു. ഒന്നുപോലും താഴെ പോയില്ല. രണ്ടാം സ്ഥാനത്തെത്തിയത് അക്ബറാണ്. 45 സെക്കൻഡ് എടുത്തു. അദ്ദേഹത്തിന്റെ 1 ബോൾ താഴെ പോയി. 4 ബോളുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിൽ 3 ബോളുകൾ കൃത്യസ്ഥാനത്തെത്തിച്ചു. 1 ബോളാണ് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അക്ബറിന് 8 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ടാസ്കിലും അദ്ദേഹത്തിന് 8 പോയിന്റുകൾ ലഭിച്ചിരുന്നു. അങ്ങനെ മൊത്തം 16 പോയിന്റാണ് അക്ബറിന് ടാസ്കുകളിൽ നിന്നും നേടുവാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് നെവിനാണ്. 1 മിനിറ്റും 1 സെക്കൻഡും അദ്ദേഹം എടുത്തു. പക്ഷേ അക്ബറിനെ പോലെ തന്നെ 4 ബോളുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിൽ 3 എണ്ണവും ലക്ഷ്യസ്ഥാനത്തെത്തി, 1 എണ്ണം മാത്രമാണ് നഷ്ടപ്പെട്ടത്. അല്പം ടൈം കൂടുതൽ എടുത്തത് കൊണ്ട് അദ്ദേഹം 3ആം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. നെവിന് ഈ ടാസ്കിൽ കൂടി 7 പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത്. നെവിന്റെ ടോട്ടൽ പോയിന്റ് 18. 4ആം സ്ഥാനം നൂറയ്ക്കാണ് ലഭിച്ചത്. 1 മിനിറ്റും 45 സെക്കൻഡും താൻ എടുത്തു. 6 പോയിന്റുകളാണ് 4ആം സ്ഥാനക്കാരിയായ നൂറയ്ക്ക് ലഭിച്ചത്. 16 പോയിന്റ് മുൻപുള്ള ടാസ്കുകളിൽ നിന്ന് നേടിയത് കൊണ്ട് ഈ 6 പോയിന്റ് കൂടി ആയപ്പോൾ 22 പോയിന്റുമായിട്ട് ഇപ്പോഴും ടോപ്പിൽ തന്നെ നിൽക്കുന്നത് നൂറയാണ്. 1 മിനിറ്റും 50 സെക്കൻഡും കൊണ്ടാണ് അനീഷ് ടാസ്ക് പൂർത്തിയാക്കിയത്. 5ആം സ്ഥാനമാണ് അനീഷിന് ലഭിച്ചിരിക്കുന്നത്. മുൻപുള്ള പോയിന്റുമായി ചേർത്ത് 9 പോയിന്റാണ് ഇപ്പോൾ അനീഷിന്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. അടുത്തത് 2 മിനിറ്റും 47 സെക്കൻഡും കൊണ്ട് ടാസ്ക് പൂർത്തിയാക്കിയത് ഷാനവാസാണ്. ഷാനവാസിന് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പഴയ ടാസ്കിലെ പോയിന്റുമായിട്ട് ചേർക്കുമ്പോൾ 12 പോയിന്റാണ് ഇപ്പോൾ ഷാനവാസിന്റെ അക്കൗണ്ടിലുള്ളത്. ആദില 3 മിനിറ്റും 12 സെക്കൻഡും എടുത്തിട്ടാണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ആദിലയ്ക്ക് 3 പോയിന്റാണ് ലഭിച്ചത്. പഴയ ടാസ്കിലെ പോയിന്റും ഇതുകൂടെ ചേർക്കുമ്പോൾ 11 പോയിന്റാണ് ആദിലയ്ക്ക് ടോട്ടലി ഉള്ളത്. 3 മിനിറ്റും 25 സെക്കൻഡും എടുത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സാബുമാന് 2 പോയിന്റുകൾ ലഭിച്ചു. സാബുമാൻ ഇപ്പോൾ ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് 15 പോയിന്റുകളാണ്. അവസാനമായി ഒറ്റ പോയിന്റുമായി തൃപ്തിപ്പെടേണ്ടി വന്ന അനുമോൾ 6.5 മിനിറ്റ് എടുത്തു. എല്ലാവരെക്കാളും അധികം സമയം എടുത്തത് കൊണ്ട് 1 പോയിന്റ് മാത്രം തനിക്ക് ലഭിച്ചു. മുൻപുണ്ടായിരുന്ന ടാസ്കുകൾ കൂടി നേടിയത് 12 പോയിന്റാണ്. ഈ ടാസ്കിലെ ഒന്നുകൂടി കൂട്ടി 13 പോയിന്റാണ് അനുമോൾക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ടാസ്കുകൾ ഓരോന്ന് പിന്നിടും തോറും പല ആൾക്കാരുടെയും ഗ്രാഫ് കുത്തനെ ഉയരുന്നു. ചിലരൊക്കെ താഴേക്ക് നിപതിക്കുന്നു. അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ആരായിരിക്കും കുതിച്ചു കയറുക എന്നുള്ളത് പ്രവചനാതീതമായി നിൽക്കുകയാണ്. ചില ആൾക്കാരൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ആര്യനും നൂറയും തമ്മിൽ വെറും 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആര്യനും നെവിനും തമ്മിലും 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നെവിനും അക്ബറും തമ്മിലും 2 പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത ടാസ്കിന് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം.